വാർത്താ നിമിഷം തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ നിഖിൽ തോമസിനെ ചോദ്യം ചെയ്യുന്നത് തുടരും. നിഖിലുമായി ഇന്ന് തെളിവെടുപ്പ് തുടങ്ങിയേക്കും. മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച സ്ഥലത്തും സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തിയ എറണാകുളത്തെ സ്ഥാപനത്തിലും എത്തിക്കും. വ്യാജരേഖ കേസിൽ കെ വിദ്യ നീലേശ്വരം പോലീസിന് മുന്നിൽ ഹാജരാകും. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. ഇംഫാലിൽ സൈന്യത്തെ തടഞ്ഞ 1000-ഓളം വരുന്ന മെയ്തേയ് വിഭാഗക്കാർ. കസ്റ്റഡിയിലെടുത്ത 12 സായുധ ഗ്രൂപ്പ് അംഗങ്ങളെ മോചിപ്പിക്കാൻ നിർബന്ധിതരായി സൈന്യം. പശ്ചിമബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചു. ബംഗൂരയിൽ കൂട്ടിയിടിച്ചത് ചരക്ക് തീവണ്ടികൾ. 12 ബോഗികൾ പാളം തെറ്റി. ലോക്കോ പൈലറ്റിന് പരിക്ക്. റഷ്യയിൽ പ്രതിസന്ധിക്കയവ്. അട്ടിമറി നീക്കം ഉപേക്ഷിച്ച് കൂലിപ്പട്ടാളമായ വാഗ്നർ സംഘം. സമവായം ബെലറൂസ് പ്രസിഡന്റ് നടത്തിയ ചർച്ചയിൽ. തീരുമാനം രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനെന്ന് വാഗ്നർ സംഘത്തലവൻ പ്രിഗോഷിൻ ബെലറൂസിലേക്ക്. സംസ്ഥാനത്ത് ശമനമില്ലാതെ പകർച്ചപ്പനി. ഇന്നലെയും ചികിത്സ തേടിയത് 13,000-ലേറെ പേർ. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും വർധനവ്. സംസ്ഥാനത്ത് ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഡ്രൈ ഡേ. സാഫ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ സെമിയിൽ നേപ്പാളിനെ തകർത്തത് എതിരില്ലാത്ത 2 ഗോളിന്. ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടത്തിന് 40 വയസ്സ്.